प्यारी हिंदी सबसे निराली, मस्ती भरी है बातें ये प्यारी. പ്രിയ കുട്ടികളെ, മേരി പ്യാരി ഹിന്ദി ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ ഘർ കഹാനിയുടെയും ക്വസ്റ്റ്യൻ ആൻസറുമായിട്ടാണ്. ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഘർ കഹാനി നേരത്തെ ഞാൻ വീഡിയോ ആയിട്ട് നൽകിയിരുന്നു. അത് ഒന്ന് കേട്ടതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ കേൾക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഇത് മനസ്സിലാകും. നമ്മൾ ചോദ്യത്തിലേക്ക് വരികയാണ്. ആദ്യം പുസ്തകത്തിലെ ചോദ്യങ്ങളെല്ലാം ഒന്ന് നോക്കി അതിന്റെ ആശയം കണ്ടതിന് ശേഷമാണ് ഗതിവിധികളിലേക്ക് നമ്മൾ വരുന്നത്. പുസ്തകത്തിലെ ആദ്യത്തെ ചോദ്യം നിങ്ങൾക്കറിയാം. യഹാ കലി കോൻ ഹെ അവർ ഖിലി ഖിലി കാ മതലബ് ക്യാ ഹെ. ഇവിടെ കലി എന്ന് ലേഖകൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആരെയാണ്? ഖിലി ഖിലി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഇതാണ് പുസ്തകത്തിലെ ആദ്യത്തെ ചോദ്യം. നമുക്കറിയാം കലി എന്ന് പറയുന്ന ചിത്കലിയുടെ ഷോർട്ട് ഫോം ആണ് അല്ലെ. യഹാം കലി ചിത്കലി കോ കഹാഗയാഹെ. ഇവിടെ കലി എന്ന് വിളിച്ചിരിക്കുന്നത് ചിത്കലിയാണ്. ചിത്കലി ജോ പഹലയേക്ക് ബന്ദ് കലി ജൈസി ഥി. ചിത്കലി നേരത്തെ ഒരു അടഞ്ഞ പൂമൊട്ട് പോലെയായിരുന്നു. മതലബ് ബബുക്കർ ചുപ്ചാപ് ബിനാ ചമക്ക് കെ ജീ രഹി ഥി. അതിന്റെ അർത്ഥം വളരെ ഒതുങ്ങി നിശബ്ദമായി യാതൊരു തിളക്കവുമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാം പിരിയാത്ത പൂമൊട്ട് അല്ലേ, അത് ഒതുങ്ങിയാണ് ഇരിക്കുന്നത്, അതിന് തിളക്കമൊന്നുമില്ല. പക്ഷെ വിരിഞ്ഞു കഴിയുമ്പോഴോ അതിന് ഭയങ്കര സൗന്ദര്യവും അതുപോലെ തന്നെ ഭംഗിയാണ് അല്ലെ. വഹ് ആജ് ഖിലാ ഖിലാ മഹസൂസ് കർ രഹി ഥി. പക്ഷെ അങ്ങനെ ഒതുങ്ങി നിശബ്ദമായി ജീവിച്ചിരുന്ന ഒരു പൂമൊട്ട് പോലെ ജീവിച്ചിരുന്ന ചിത്കലിക്ക് ഇന്ന് എന്ത് സംഭവിച്ചു? ആജ് ഖിലാ ഖിലാ മഹസൂസ് കർ രഹി ഥി. ഇന്ന് അവൾക്ക് വിരിഞ്ഞതുപോലെ തോന്നുകയാണ്. ഖിൽന എന്ന് പറഞ്ഞാൽ വിരിയുക എന്നാണ്. ഖിലാ ഖിലാ മഹസൂസ് കർന എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വിരിഞ്ഞതുപോലെ അവൾക്ക് ഒരു അനുഭവം ഉണ്ടാകുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? മതലബ് ഖുൽ ഗയി ഥി. അതിന്റെ അർത്ഥം അവൾ ഇപ്പോൾ വിരിഞ്ഞിരിക്കുന്നു. ഖുശ് ഥി. അങ്ങനെ വിരിഞ്ഞത് കൊണ്ട് തന്നെ അവൾക്ക് സന്തോഷമുണ്ട്. ആത്മവിശ്വാസം അവർ പ്രസന്നദാസെ ഭരി ഹുയി ഥി. ആത്മവിശ്വാസവും പ്രസന്നതയും അവളുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നു. ഇതാണ് ഖിലി ഖിലി ഥി എന്നതിന്റെ ആശയം. അതായത് ഒരു പൂമുട്ടിനെ പോലെ ഫർഹാദിന്റെ വാടക വീട്ടിൽ താമസിച്ചിരുന്ന ചിത്കലി ഫർഹാദ് സ്വന്തം വീട് പണിത് അങ്ങോട്ടേക്ക് മാറുമ്പോൾ ചിത്കലിയും അങ്ങോട്ടേക്ക് പോകാൻ വളരെയധികം സന്തോഷിക്കുന്നു. കാരണം എന്താണ്? അവൾക്കറിയാം ഫർഹാദ് വാടക വീട്ടിലായിട്ട് പോലും അവളെ വളരെയധികം സ്നേഹിച്ചിരുന്നു, ഒട്ടും ഉപദ്രവിച്ചിരുന്നില്ല. അതുകൊണ്ട് പുതിയ വീട്ടിലാകുമ്പോൾ അവൾക്ക് കൂടുതൽ സൗകര്യത്തോടെ ഫർഹാദിന്റെ കൂടെ ഇരിക്കാം. ഈ ഒരു സന്തോഷമാണ് അവളുടെ മനസ്സിൽ ഉള്ളത്. ഇനി രണ്ടാമത്തെ ചോദ്യം. ഓ ചിപ്പു मैं तुम्हारा दर्द समझ सकता हूं हम दूसरों का दर्द समझने का मतलब क्या है. ചിപ്പു എന്നിവിടെ വിളിക്കുന്ന ആരാണ്? ഗിർഗിട്ട് ചിത്കലിയെ വളരെ സ്നേഹപൂർവ്വം വിളിക്കുന്നതാണ് ചിപ്പു അല്ലെ. നമ്മളൊക്കെ വീട്ടിലാണെങ്കിൽ നീളമുള്ള പേരാണെങ്കിൽ അതിനെ ചുരുക്കി വിളിക്കാറില്ലേ? ആൽഫ്രഡ് എന്നുള്ള അച്ചു എന്നൊക്കെ വിളിക്കാറില്ലേ? എന്ന് പറഞ്ഞതുപോലെ ചിത്കലി എന്നുള്ളത് ചിപ്പു എന്ന് ചുരുക്കി വിളിക്കുകയാണ്. ഓ ചിപ്പു मैं तुम्हारा दर्द समझ सकता हूं യഹാം ദൂസറോം കാ ദർദ് സമജ്നേക്കാ മതലബ് ക്യാ ഹെ. ഇവിടെ മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുക എന്ന് പറയുന്നത് അർത്ഥം എന്താണ്? ദൂസറോം കാ ദർദ് സമജ്നേക്കാ മതലബ് ഹെ കിസി ഓർ കി തക്ലീഫ് കോ ഉസ്കി നസർ സെ ദേഖ്ന. മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളെ അവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് കാണുക. കിസി ഓർ കി തക്ലീഫ് കോ ഉസ്കി നസർ സെ ദേഖ്ന. തക്ലീഫ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളെ ഉസ്കി നസർ സെ ദേഖ്ന അവരുടെ കണ്ണുകൾ കൊണ്ട് കാണുക. ജൈസെ ഗിർഗിട്ടിനെ ശാന്തിദാസ് കെ ഘർ में ചിത്കലി के साथ हुए अन्याय को ചിത്കലി की नजर से समझने की कोशिश की. ഇവിടെ ഗിർഗിട്ട് ശാന്തിദാസിന്റെ വീട്ടിൽ ചിത്കലിയോട് കാണിച്ച അന്യായം, അതായത് ശാന്തിദാസിന്റെ അമ്മ അവളെ എപ്പോഴും പുറത്താക്കാനായിട്ട് ബഹളം ഇട്ടുകൊണ്ടിരുന്നല്ലേ, അതാണ് അവൾക്കെതിരെ ഉണ്ടായ അന്യായം. ആ അന്യായം ഉണ്ടായപ്പോൾ ചിത്കലി എന്തുമാത്രം വേദന സഹിച്ചു കാണും അല്ലെ. അവൾക്ക് വാസസ്ഥലം ഇല്ലാതെ വരികയാണ്. അപ്പൊ ഇപ്പോൾ ഗിർഗിട്ട് എന്താ ചെയ്യുന്നത്? ആ ഒരു വേദനയെ ചിത്കലിക്ക് നസർസെ സമജ്നേക്ക് കോശിസ്കി, ചിത്കലിയുടെ കണ്ണുകൾ കൊണ്ട് കാണാനായിട്ട് അല്ലെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ജൈസെ ഗിർഗിട്ടിനെ ശാന്തിദാസ് കെ ഘർ में ചിത്കലി के साथ हुए अन्याय को ചിത്കലി की नजर से समझने की कोशिश की. അടുത്ത മൂന്നാമത്തെ ചോദ്യം. हमारी तरफ दीवारों खिड़कियों या छतों से उनका
खास लेना देना नहीं है, यहाँ फरहाद के प्रति प्राणियों का कौन सा मनोभाव प्रकट होता है? നമ്മളെ പോലെ ഭിത്തികളും ജനലുകളും അല്ലെങ്കിൽ മേൽക്കൂരയും ഒന്നുമായിട്ട് അവന് വലിയ ഇടപാടുകളൊന്നുമില്ല. ഖാസ് ലേനാ ദേന നഹീഹെ, പ്രത്യേകിച്ച് ഇടപെടലുകളൊന്നും ഇല്ല. എഹം ഫർഹാദ് കെ പ്രതി പ്രാണിയോങ്ക കോൻസ മനോഭാവ പ്രകട ഹോത്താ ഹെ. ഇവിടെ ഫർഹാദിനെ കുറിച്ചുള്ള ജീവികളുടെ എന്ത് മനോഭാവമാണ് നമുക്ക് മനസ്സിലാകുന്നത്? ജീവികളാണ് എവിടെ താമസിക്കുന്നത്? ഭിത്തികളിലും ജനലുകളിലും മേൽക്കൂരയിലും ഒക്കെ അല്ലെ. പക്ഷെ ഫർഹാദിന് ആകപ്പാടെ മുറിയിൽ ഒരൽപ്പം ഇടം മാത്രം മതി, അതും രാത്രിയില്. ഇവിടെ പ്രാണികൾക്ക് ഫർഹാദിനോടുള്ള എന്ത് കാഴ്ചപ്പാടാണ് നമുക്ക് മനസ്സിലാകുന്നത്? घर के प्राणियों का फरहाद के प्रति मनोभाव यही है कि फरहाद को घर की दीवारों खिड़कियों और छत से कोई विशेष लगाव नहीं है. വീട്ടിലെ പ്രാണികൾക്ക് ഫർഹാദിനോടുള്ള മനോഭാവം ഇതാണ്. അതായത് ഫർഹാദിന് വീട്ടിലെ ഭിത്തികളുമായോ ജനലുകളുമായോ മേൽക്കൂരയുമായോ ഒന്നും പ്രത്യേക അടുപ്പമില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്? ഭിത്തികളും മേൽക്കൂരയും ജനലുകളും ഒന്നും വളരെയധികം ശ്രദ്ധിക്കാത്ത ആളാണ് ഫർഹാദ്. വൃത്തി എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നവരാണെങ്കിൽ എപ്പോഴും ജനലുകളും ഭിത്തികളും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അല്ലെ. അവിടെ എന്തെങ്കിലും പൊടിപടലുണ്ടോ, ജീവജാലങ്ങളുണ്ടോ, അവയൊക്കെ തുടച്ച് വൃത്തിയാക്കണം, അങ്ങനെയുള്ള ചിന്താഗതി ഉള്ളവരായിരിക്കും. പക്ഷെ ഫർഹാദ് അങ്ങനെയൊന്നുമുള്ള ചിന്താഗതിയുള്ള ആളല്ല. മഹീസ് മകാൻ കോ കേവൽ രഹനേക്ക് ജഗഹ് മാൻതാ ഹെ. അവൻ അല്ലെങ്കിൽ അദ്ദേഹം ഈ വീടിനെ അദ്ദേഹത്തിന് താമസിക്കാനുള്ള ഒരു സ്ഥലം മാത്രമായിട്ടാണ് കരുതുന്നത്. ജബ്കി പ്രാണിയോ കെ ലിയേ യഹി ഉൻകാ അസ്ലി ഘർ ഹെ. എന്നാൽ അവിടെ വസിക്കുന്ന ചെറിയ പ്രാണികൾക്കോ ഇതാണ് അവരുടെ യഥാർത്ഥ വീട്. അവർക്കത് താമസിക്കാനുള്ള സ്ഥലം മാത്രമല്ല, അവരുടെ യഥാർത്ഥ വീട് ഇതാണ്. അവര് പുറത്തോട്ട് എങ്ങോട്ടും പോകുന്നില്ല. ഫർഹാദ് അങ്ങനെയല്ല, ജോലിക്കൊക്കെ പുറത്തേക്ക് പോയിട്ട് കിടക്കാൻ നേരം മാത്രമേ അങ്ങോട്ടേക്ക് വരുന്നുള്ളൂ. ഇനി നമ്മൾ പുസ്തകത്തിലെ ഗതിവിധികളിലേക്ക് വരികയാണ്. ചോദ്യോത്തരങ്ങള് തീർന്നു, പാഠത്തിനുള്ളിലുള്ളതാണ് തീർന്നത്. ഇനി പുസ്തകത്തിലെ ഗതിവിധികളിലേക്ക് വരാം. ഒന്നാമത്തേത് ലിഖേം പ്രകൃതി കിൻ കിൻ കാ ഘർ ഹെ. എഴുതൂ, പ്രകൃതി ആരുടെയൊക്കെ വീടാണ്. ഇവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. പ്രകൃതി എന്ന് നടുക്ക് ചേർത്തിരിക്കുന്നു. മുകളിൽ ഫർഹാദ് കാ ഘർ, ഫർഹാദിന്റെ വീടാണ് അല്ലെ. പ്രകൃതിയിലാണല്ലോ ഫർഹാദിന്റെ വീടും. താഴെ മക്കടി കാ ഘർ, മക്കടിയുടെ വീടാണെന്നും പറഞ്ഞിരിക്കുന്നു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ബാക്കി കോളങ്ങളെല്ലാം പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ആരൊക്കെയാണ് അവിടെ വേറെ ഉള്ളതെന്നല്ലേ, നമ്മൾ കഥയിൽ കണ്ടതാണ്. ആരൊക്കെയാണ് വേറെ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. പ്രകൃതി സബ്കാ ഘർ ഹെ, മനുഷ്യ പശു പക്ഷി അവർ ചോട്ടെ ചോട്ടെ ജീവജന്തു സഭീഖ. പ്രകൃതി എല്ലാവരുടെയും വീടാണ്, മനുഷ്യരുടെയും പക്ഷിമൃഗാദികളുടെയും ചെറിയ ചെറിയ ജീവജാലങ്ങളുടെയും എല്ലാവരുടെയും വീടാണ്. ഇനി ഈ കോളത്തിൽ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ വരച്ച് നിങ്ങളുടെ നോട്ട്ബുക്കിൽ പൂരിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ തരുന്നുണ്ട്. ഒന്നാമത് ഫർഹാദ് കാ ഘർ, അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് ചിപ്കലി കാ ഘർ, ചിപ്കലിയുടെ വീടാണല്ലേ, അതല്ലേ ചിപ്കലി അങ്ങോട്ട് പോകുന്നത്. അടുത്തത് ഗിൽഹരി കാ ഘർ, അണ്ണാന്റെ വീടാണ്. മക്കടി കാ ഘർ, എട്ടുകാലിയുടെ വീടാണ്. മധുമക്കി കാ ഘർ, തേനീച്ചയുടെ വീടാണ്. തതയ്യ കാ ഘർ, കടന്നലിന്റെ വീടാണ്. കാലി ചിണ്ടി കാ ഘർ, കറുത്ത ഉറുമ്പിന്റെ വീടാണ്. മക്കി കാ ഘർ, ഈച്ചയുടെ വീടാണ്. മച്ചർ കാ ഘർ, കൊതുകിന്റെ വീടാണ്. ഇങ്ങനെ വേറെ ഇഷ്ടം പോലെ നമുക്ക് എഴുതാനുണ്ടല്ലേ. എല്ലാ പ്രാണികളുടെയും വീടാണ് പ്രകൃതി എന്ന് പറയുന്നത്. അല്ലെ, എല്ലാ ജീവജാലങ്ങളുടെയും, മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളുടെയും സസ്യജാലങ്ങളുടെയും വീടാണ് പ്രകൃതി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, पर्यावरण से घर शीर्षक का क्या संबंध है, अपना विचार लिखे. അന്തരീക്ഷമായിട്ട് ഘർ എന്ന് പറയുന്ന ഈ ഹെഡിങ്ങിന് എന്ത് ബന്ധമാണ് ഉള്ളത്? പരിസ്ഥിതിയുമായിട്ട് ഘർ എന്ന് പറയുന്ന ഈ ഹെഡിങ്ങിന് എന്ത് ബന്ധമാണ് ഉള്ളത്? പ്രകൃതി അല്ലെങ്കിൽ പരിസ്ഥിതി എന്ന് പറയുന്നത് എല്ലാവരുടെയും വീട് തന്നെയാണ് അല്ലേ. ആ വിചാരം, അതാണ് ഇതിന്റെ ബന്ധം എന്ന് പറയുന്നത്. നോക്കൂ, ഘർ ഹമാരെ ജീവൻ और पर्यावरण से जुड़ा हुआ है. വീട് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതവും അതുപോലെ അന്തരീക്ഷവുമായിട്ട് കൂടിച്ചേർന്നാണ് ഇരിക്കുന്നത്, പരിസ്ഥിതിയുമായിട്ട് കൂടിച്ചേർന്നാണ് ഇരിക്കുന്നത്. ഘർ കേവൽ ദീവാരം और छत से नहीं बंधा बल्कि इसमें पेड़ पौधे, हवा, पानी, पशु पक्षी और छोटे छोटे जीव भी रहते हैं. നമുക്കറിയാം, ഒരു വീട് എന്ന് പറഞ്ഞാൽ അത് വെറും ഭിത്തികൾ കൊണ്ട് മാത്രമല്ല ഉണ്ടാക്കുന്നത് അല്ലെ. ഏത് വീട്ടിലാണെങ്കിലും നമ്മൾ ചെന്നാൽ അവിടെ വെറും ഭിത്തികൾ മാത്രമാണോ ഉള്ളത്? അല്ല. പിന്നെയോ അതിന് ചുറ്റുപാടും മരങ്ങളും ചെടികളും ഉണ്ടല്ലേ. ബൽക്കി ഇസ്മേം പേട് പൗധേ, അതിൽ മരങ്ങളുണ്ട്, ചെടികളുണ്ട്. ഹവ, അതിന് ചുറ്റും നല്ല കാറ്റ് ലഭിക്കുന്ന സ്ഥലമായിരിക്കും. പാനി, വെള്ളമില്ലാതെ വീടുണ്ടായിട്ട് കാര്യമേ ഇല്ലല്ലോ അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഒക്കെ മുറ്റത്ത് കിണറുകളില്ലേ. അപ്പൊ വീടിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് വെള്ളം എന്ന് പറയുന്നത്. പാനി, പശു പക്ഷി, അതുപോലെ പക്ഷി മൃഗാദികൾ. നമ്മുടെ ഒക്കെ വീടുകളിൽ ഏതെങ്കിലും മൃഗങ്ങളെ അല്ലെങ്കിൽ പക്ഷികളെ നമ്മൾ വളർത്താറുണ്ട് അല്ലെ.
നായയെ വളർത്തും, പൂച്ചയെ വളർത്തും, പശുവിനെ വളർത്തും, ആടിനെ വളർത്തും, പക്ഷികളാണെങ്കിൽ തത്തമ്മ അല്ലെങ്കിൽ കോഴി, ഇങ്ങനെ താറാവ്, ഇങ്ങനെ ഒന്നുകിൽ ഏതെങ്കിലും ഒരു എന്താണ് മൃഗത്തെ അല്ലെങ്കിൽ പക്ഷികളെ നമ്മൾ വളർത്താറുണ്ട്. അവർ ചോട്ടെ ചോട്ടെ ജീവ് ഭി രഹത്തെ ഹെ. ഇനി നമ്മൾ വളർത്താത്ത വേറെ ഇഷ്ടം പോലെ ജീവികൾ നമ്മുടെ വീട്ടിലുണ്ടല്ലേ. പല്ലി, എട്ടുകാലി, പാറ്റൊക്കെ നമ്മൾ വളർത്തുന്നതാണോ? ഒന്നുമല്ലല്ലോ. അതൊക്കെ നമ്മുടെ വീടുകളിലേക്ക് തന്നെത്താൻ കയറി വരുന്നതാണല്ലേ. ഇതിലെ പര്യാവരൺ ഹി സബ്ക അസലി ഘർ ഹെ. അങ്ങനെ നോക്കുമ്പോൾ എന്താണ് പര്യാവരൺ, പരിസ്ഥിതി എന്ന് പറയുന്നത് എല്ലാവരുടെയും യഥാർത്ഥ വീട് തന്നെയാണ്. പര്യാവരൺ ഹി സബ്ക അസലി ഘർ ഹെ. അന്തരീക്ഷമാണ് എല്ലാവരുടെ യഥാർത്ഥ വീട് എന്ന് പറയുന്നത്. നമ്മുടെ വീടും പരിസ്ഥിതിയുടെ ഒരു ഭാഗമാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ദേഖയും വാക്യ കൈസെ ബൻദേഹെ. നോക്കൂ വാക്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഉനംനെ ലൈറ്റ് ജലായി. അവൻ ലൈറ്റ് തെളിച്ചു. ഉനംനെ ഹർ ജഗഹി ലൈറ്റ് ജലായി. അവൻ എല്ലാ സ്ഥലത്തെയും ലൈറ്റ് ജ്വലിപ്പിച്ചു. ഉനംനെ മകാൻമേം ഹർ ജഗഹി ലൈറ്റ് ജലായി. അവൻ വീട്ടിലെ എല്ലാ സ്ഥലത്തെയും ലൈറ്റ് ഇട്ടു. ഉനംനെ നയേ മകാൻമേ ഹർ ജഗഹി ലൈറ്റ് ജലായി. അവൻ പുതിയ വീട്ടിലെ ഓരോ സ്ഥലത്തും ലൈറ്റ് തെളിച്ചു. ഉനംനെ അപ്പനെ നയേ മകാൻമേം ഹർ ജഗഹി ലൈറ്റ് ജലായി. അവൻ സ്വന്തം പുതിയ വീട്ടിലെ ഓരോ സ്ഥലത്തും ലൈറ്റ് തെളിയിച്ചു. उन्होंने 2 कमरे, किचन और बरामदे वाले अपने नए मकान में हर जगह की ലൈറ്റ് ജലായി. അവൻ 2 മുറിയും കിച്ചണും വരാന്തയുമുള്ള അവന്റെ പുതിയ വീട്ടിലെ എല്ലാ സ്ഥലത്തും ലൈറ്റ് തെളിയിച്ചു. उन्होंने 2 कमरे, किचन और बरामदे वाले अपने नए मकान में हर जगह की ലൈറ്റ് ജലായി. ഇത് നോക്കൂ. ഓരോ തവണയും വിശേഷണ പദങ്ങൾ പുറകോട്ട് ചേർത്ത് ആദ്യത്തെ ഒരു ചെറിയ വാക്യത്തെ ഈ അവസാനത്തെ വാക്യം പോലെ വലുതാക്കിയിരിക്കുകയാണ് അല്ലെ. ആദ്യം അവസാനം നോക്കിയാൽ ഉനംനെ ജലായി, ഉനംനെ ലൈറ്റ് ജലായി, അത് കിടക്കുകയാണ്. അതിന്റെ ഇടയ്ക്കാണ് ഉള്ള വിശേഷണവാക്യങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് ചേർത്തിരിക്കുന്നത്. ഇതിന് നമ്മൾ വാക്യവിസ്താർ എന്നാണ് പറയുന്നത്. വാക്യത്തെ വിപുലീകരിക്കുക. നിങ്ങൾക്കൊരു ഉദാഹരണം തന്നിട്ടുണ്ട്. വാക്യമൊക്കെ ആകെ പെടായെ. താഴെ തന്നിരിക്കുന്ന വാക്യത്തെ മുമ്പോട്ട് കൊണ്ടുപോവുക. ഫർഹാദ് ടഹലിനെ നീയല. ഫർഹാദ് നടക്കാനിറങ്ങി. ഈ വാക്യത്തെയാണ് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. ഞാൻ നിങ്ങൾക്കായിട്ട് അത് എഴുതിയിട്ടുണ്ട്. നോക്കൂ. ഫർഹാദ് ഹവാമേൻ ടഹലിനെ നികല. ഫർഹാദ് കാറ്റത്ത് നടക്കാനിറങ്ങി. ഫർഹാദ് സുബഹിക്ക് ഹവാമേൻ ടഹലിനെ നിക. ഫർഹാദ് രാവിലത്തെ കാറ്റത്ത് നടക്കാനിറങ്ങി. ഫർഹാദ് സുബഹിക്ക് ടണ്ടി ഹവാമേൻ ടഹലിനെ നിക. ഫർഹാദ് രാവിലത്തെ തണുത്ത കാറ്റുള്ള സമയത്ത് നടക്കാനിറങ്ങി. ഫർഹാദ് സുബഹിക്ക് ടണ്ടി ഹരിഫരി ഹവാമേൻ ടഹലിനെ നികല. ഫർഹാദ് രാവിലത്തെ തണുത്ത പച്ചപ്പുള്ള കാറ്റത്ത് നടക്കാനിറങ്ങി. ഫർഹാദ് സുബഹിക്ക് ടണ്ടി ഹരിഭരി ശാന്ത് ഹവാമേൻ ടഹലിനെ നിക. ഫർഹാദ് രാവിലത്തെ തണുത്ത നല്ല പച്ചപ്പുള്ള ശാന്തമായ ആ ഒരു കാറ്റിൽ, ചെറിയ ഇളംകാറ്റിൽ നടക്കാനായിട്ട് ഇറങ്ങി. ഫർഹാദ് സുബഹിക്ക് ടണ്ടി ഹരിഭരി ശാന്ത് സുഖദ് ഹവാമേൻ ടഹലിനെ നിക. ഫർഹാദ് രാവിലത്തെ തണുത്ത നല്ല പച്ചപ്പുള്ള ശാന്തമായ സുഖപ്രദമായ ആ ചെറിയ കാറ്റിൽ നടക്കാനായിട്ട് ഇറങ്ങി. ഫർഹാദ് സുബഹിക്ക് ടണ്ടി ഹരിഭരി ശാന്ത് സുഖദ് ഫൂലോംസെ മഹക്കത്തി ഹവാമേൻ ടഹലിനെ നികല. ഫർഹാദ് രാവിലത്തെ തണുത്ത പച്ചപ്പുള്ള ശാന്തമായ സുഖപ്രദമായ പൂക്കളുടെ സുഗന്ധം വീശിക്കൊണ്ടിരിക്കുന്ന വായുവുള്ള ആ ചെറിയ കാറ്റത്ത് നടക്കാനായി ഇറങ്ങി. ഫർഹാദ് സുബഹിക്ക് ടണ്ടി ഹരിഭരി ശാന്ത് സുഖദ് ഫൂലോംസെ മഹക്കത്തി ലംബി സടക്ക് വാലി ഹവാമേൻ ടഹലിനെ നികല. ഫർഹാദ് രാവിലത്തെ തണുത്ത നല്ല പച്ചപ്പുള്ള ശാന്തമായ സുഖപ്രദമായ പൂക്കളുടെ സുഗന്ധം കൊണ്ട് നിറഞ്ഞ നീളമുള്ള വഴികളോടുകൂടിയ ആ വായുവിൽ നടക്കാനായിട്ട് ഇറങ്ങി. ആ ചെറിയ കാറ്റത്ത് നടക്കാനായിട്ട് ഇറങ്ങി. രേഖാങ്കിത ശബ്ദോംബർ ധ്യാൻദേ. അടിയിൽ വരയിട്ട പദങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഗിർഗിഡിനെ രംഗ് ബദൽത്തെ ഹുയ കഹ. ഗിർഗിഡ് നിറം മാറിക്കൊണ്ട് പറഞ്ഞു. ഫർഹാദിനെ ചപ്പൽക്കോ അഹിസ്തേസെ ഉടായ. ഫർഹാദ് ചെരുപ്പ് സാവകാശം ഉയർത്തി. ചിപ്കലീനെ ചാരോ മോർ നസർ ഖുമാക്കർ ദേഖ. പല്ലി ചുറ്റുപാടും കണ്ണോടിച്ചുകൊണ്ട് നോക്കി. ക്രിയാക്കെ രേഖാങ്കിത ശബ്ദോങ്ക സംബന്ധ പഹജാനെ. ഈ ക്രിയയുമായിട്ട് അടിയിൽ വരയിട്ട പദങ്ങളുടെ ബന്ധം മനസ്സിലാക്കുക. കഹാനീസെ ഐസെ വാക്യ ചുൻകർ ലിഖെ. കഥയിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്യങ്ങൾ തിരഞ്ഞെടുത്തെഴുതുക. നമുക്ക് ആ ബന്ധം എന്താണെന്നും നോക്കാം. രേഖാങ്കിത ശബ്ദോംബർ ധ്യാൻദേ. गिलहरी रंग बदलते हुए कहा। यहाँ बदलते हुए क्रिया विशेषण है जो क्रिया का ढंग बताता है. ഇവിടെ ബദൽത്തെ ഹുയെ കഹ മാറിക്കൊണ്ട് പറഞ്ഞു, പറഞ്ഞു എന്നുള്ള കഹ എന്നുള്ളതിനെ വിശേഷിപ്പിച്ചിരിക്കുന്ന വാക്കാണ് ബദൽത്തെ ഹുയെ.
അടുത്തത് ഫർഹാദിനെ ചപ്പൽ കോ അഹിസ്തേസെ ഉടായ. ഫർഹാദ് ചെരുപ്പ് സാവകാശം എടുത്തു. ഇവിടെ അഹിസ്താസെ സാവകാശം എന്നുള്ളതും ഉടായ എന്ന ക്രിയയെ വിശേഷിപ്പിച്ചിരിക്കുന്നതാണ്, ക്രിയാവിശേഷണമാണ്. ചിത്കലിനെ ചാരോമോർ നസർ ഖുമാക്കർ ദേഖാം. ചിത്കലി ചുറ്റുപാടും കണ്ണോടിച്ചുകൊണ്ട് നോക്കി. അപ്പൊ നോക്കി എന്നുള്ള ആ ഒരു ക്രിയയെ വിശേഷിപ്പിച്ചിരിക്കുന്നതാണ് ചാരോമോർ നസർ ഖുമാക്കർ. ചുറ്റുപാടും കണ്ണോടിച്ചുകൊണ്ട്. എങ്ങനെയാണ് നോക്കിയത്? ചുറ്റുപാടും കണ്ണോടിച്ചുകൊണ്ട്. അതായത് നോക്കി എന്നുള്ള കാര്യത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതും ക്രിയാവിശേഷണമാണ്. ഇതുപോലെയുള്ള ക്രിയാവിശേഷണങ്ങൾ പുസ്തകത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഏതാനും വാക്യങ്ങൾ നിങ്ങൾക്കായി കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ചേക്കാം. ഗിർഗിട്ട് കാ ഗല ഫൂൽ കർ ചിപ്ക. ഗിർഗിട്ടിന്റെ കഴുത്ത് ഒന്ന് വീർത്തിട്ട് ചുരുങ്ങി. ഓന്തിനെ നമുക്കറിയാം അല്ലേ, ആദ്യം ഒന്ന് വീർക്കും, അതിനുശേഷം പെട്ടെന്ന് മറയും അല്ലേ, അതാണ് ഓന്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് തന്നെ. ചിപ്കലിനെ മുസ്കുരാത്തേ ഹുയേ കഹ. ചിപ്കലി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഗിർഗിട്ടിനെ ഗിർഗിട്ടി ആവാസ് മേ കഹ. ഗിർഗിട്ടി ആവാസ് ഗിർഗിട്ടി സ്വരത്തിൽ പറഞ്ഞു. ഓന്തിന്റെ സ്വരത്തിൽ പറഞ്ഞു. ഗിർഗിട്ടിനെ ഉപാസിയിലെത്തേ ഹുയേ കഹ. ഗിർഗിട്ട് കോട്ടുവായിട്ടുകൊണ്ട് പറഞ്ഞു എന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്ന ഈ വാക്കുകളല്ല അല്ലെ. ചിപ്കലിനെ ബാത്ചീത് സമാപ്ത കർത്തേ ഹുയേ കഹ. ചിപ്കലി സംഭാഷണം അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഇവിടെയും കഹായെ വിശേഷിപ്പിച്ചിരിക്കുന്നതാണ് ഇത്. ചിപ്കലിനെ മക്കി മച്ചരം കി ഓർ ഹാത്ത് ഹിലാത്തേ ഹുയേ കഹ. ചിപ്കലി ഈച്ചകളുടെയും കൊതുകളുടെയും നേരെ കൈ വീശിക്കൊണ്ട് പറഞ്ഞു. ഹാത്ത് ഹിലാത്തേ ഹുയേ കഹ. മക്കി മച്ചറിനെ കുച്ച് ഖബരായി സി ഹസി ഹസാത്തേ ഹുയേ കഹ. ഈച്ചകളും കൊതുകളും പരിഭ്രമിച്ചതുപോലെയുള്ള ഒരു ചിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സിർ നികൽത്തേ ഹുയേ കാലി ചീണ്ടിനെ കഹ. കാലി ചീണ്ടി എങ്ങനെയാണ് പറഞ്ഞത്? സിർ നികൽത്തേ ഹുയേ കഹ എന്നുള്ള തല ഉയർത്തിക്കൊണ്ട്. എങ്ങനെ പറഞ്ഞു? തല ഉയർത്തിക്കൊണ്ട്. സിർ നികൽത്തേ ഹുയേ എന്നുള്ളത് കഹായുടെ വിശേഷണമാണ്. ചിപ്കലിനെ മക്കടിക്ക് തരം സവാലി ആങ്കോംസെ ദേഖ്തേ ഹുയേ കഹ. ചിപ്കലി എട്ടുകാലിയുടെ നേരെ ചോദ്യഭാവത്തിൽ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. സവാലിയ ആങ്കോംസെ ദേഖ്തേ ഹുയേ കഹ. നോക്കിക്കൊണ്ട് ചോദിച്ചു. മക്കടീനെ ഫുസ്ഫുസാത്തേ ഹുയേ കഹ. എട്ടുകാലി പിറുപിറുത്തുകൊണ്ട് ചോദിച്ചു അല്ലെങ്കിൽ പറഞ്ഞു. ചിപ്കലിനെ തത്തയ്യ और മക്കടി दोनों की ओर देखते हुए कहा. ചിപ്കലി കടന്നലിന്റെയും എട്ടുകാലിയുടെ നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഫർഹദ് ലൈറ്റേ ബുച്ചാക്കർ സോഗയെ. ഫർഹദ് വിളക്കുകൾ അണച്ചുകൊണ്ട് ഉറങ്ങി. വേ സപ്നെ ദേഖ്തേ ദേഖ്തേ ഹി ജാഗ് ജാത്തേ ഹെ. അവൻ സ്വപ്നം കണ്ടോണ്ട് തന്നെ ഉണരുന്നു. എങ്ങനെയാ ഉണരുക? ജാഗ് ജാത്തേ ഹെ. ജാഗ് ജന ഉണരുക. ഉണരുക എന്നുള്ള വാക്കിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? സപ്നെ ദേഖ്തേ ദേഖ്തേ ഹി. സ്വപ്നം കണ്ടുകൊണ്ട്. വേ ഐനേക്കെ സാമനെ ഖടേ ഹോക്കർ മുസ്കുരാനെ ലഗേ. അവൻ കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പുഞ്ചിരിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് പുഞ്ചിരിക്കുന്നത്? മുസ്കുരാനെ ലഗേ, പുഞ്ചിരിക്കാൻ തുടങ്ങി. എങ്ങനെ? ഐനേക്കെ സാമനെ ഖടേ ഹോക്കർ, കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട്. ഖടേ ഹോക്കർ എന്നുള്ളത് ആണ് വിശേഷണങ്ങൾ. ഇങ്ങനെ പുസ്തകത്തിൽ നിന്ന് വിശേഷണ പദങ്ങളായിട്ടുള്ള എല്ലാം തന്നെ നിങ്ങൾക്കിവിടെ തന്നിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ധ്യാൻ ദേ ഏ വാക്യ കിൻകെ ബാരെ മെൻ ഹെ. ശ്രദ്ധിക്കൂ, ഈ വാക്യം ആരെ കുറിച്ചുള്ളതാണ്? मेरा तजुर्बा कहता है कि चिपकलियों के पीछे झाड़ू लेकर पड़े रहने वालों में से वो नहीं है. എന്റെ മനസ്സ് പറയുന്നു, പല്ലികളുടെ പുറകെ ചൂലെടുത്തോണ്ട് ഓടുന്നവരുടെ കൂട്ടത്തിൽ അവനില്ല. सच पूछो तो वे बहुत थोड़ी सी जगह लेते हैं इस मकान में. हमारी तरह दीवारों खिड़कियों या छत से उनका खास लेना देना नहीं है. സത്യം പറഞ്ഞാൽ ഈ വീട്ടിൽ അവൻ വളരെ കുറച്ചിടയെ സ്ഥലമേ എടുക്കുന്നുള്ളൂ. നമ്മളെ പോലെ ഭിത്തികളും ജനലുകളും മേൽക്കൂരകളും ഒന്നുമായിട്ട് അവന് പ്രത്യേകിച്ച് ഇടപെടലുകളില്ല. वे बहुत खुश है कि नए घर में उनका परिवार बढ़ रहा है और सभी खुश है. അദ്ദേഹം വളരെ സന്തോഷവാനാണ്. ആ പുതിയ വീട്ടിൽ അദ്ദേഹത്തിന്റെ കുടുംബം വളർന്നുകൊണ്ടിരിക്കുന്നു, അതുപോലെ എല്ലാവരും സന്തോഷത്തിലുമാണ്. അബ് ഫർഹാദ് ചരിത്ര പർ ടിപ്പണി ലിഖേ. ഇത് ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതാണ്? ഇത് മൂന്നും പറഞ്ഞിരിക്കുന്നത് ഫർഹാദിനെ കുറിച്ചാണ് അല്ലെ. ഇത് നിങ്ങളോട് പറയാണ് അബ് ഫർഹാദ് ചരിത്ര പർ ടിപ്പണി ലിഖേ. ഫർഹാദിന്റെ സ്വഭാവത്തെ കുറിച്ചൊരു കുറിപ്പ് എഴുതുക. നിങ്ങൾക്കായി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. फरहाद का चरित्र चित्रण टिप्पणी. फरहाद एक ऐसा मालिक है जो अपने घर और उसमें रहने वाले प्राणियों के प्रति सहिष्णु और समझदार है. ഫർഹാദ് ഇങ്ങനെയുള്ള ഒരു ഉടമസ്ഥനാണ്. അവൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിക്കുന്ന പ്രാണികളോട് വളരെ സഹിഷ്ണുതയുള്ളവനും അതുപോലെ അവരെ മനസ്സിലാക്കുന്നവനും ആണ്, വിവേകമുള്ളവനും ആണ്. वह चिपकलियों जैसे छोटे प्राणियों को भी बिना डर या क्रोध से स्वीकार करता है. അദ്ദേഹം
പല്ലികളെ പോലെയുള്ള ചെറിയ പ്രാണികളെയും യാതൊരു പേടിയോ അല്ലെങ്കിൽ ദേഷ്യവും ഇല്ലാതെ സ്വീകരിക്കുന്നു. ഉസ്കി സോച്ച് में उनके रहने की स्वतंत्रता और सीमित आवश्यकता का सम्मान दिखता है. അവന്റെ ചിന്തയിൽ ഈ ചെറുജീവികൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അവരുടെ പരിമിതമായ ആവശ്യങ്ങളെക്കുറിച്ചും ഉള്ള ഒരു അംഗീകാരം അല്ലെങ്കിൽ അതിനോടുള്ള അവന്റെ ആ ഒരു ബഹുമാനം അവന്റെ ചിന്തയിൽ പ്രകടമാകുന്നുണ്ട്. അപ്പനെ കർമ്മയും ഹർ ജീവിക്കലിയ ജഗ ചോടുത്താഹെ. അവന്റെ വീട്ടിൽ എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടി സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഓർ ദീവാരവും കിടക്കിയും ഞാൻ ചത്തുപുറങ്ക അസ്തിത്വ പരേശാൻ നഹീം കർത്ത. ഭിത്തികളിലും ജനലുകളിലും അതുപോലെ മേൽക്കൂരകളിലുമുള്ള അവരുടെ ആ അസ്തിത്വം അതിനെക്കുറിച്ച് അവന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതവനെ ഒട്ടും ബുദ്ധിമുട്ടിക്കുന്നില്ല. फरहाद की एक संवेदनशीलता और सहानुभूति एक दिखाती है कि वह सिर्फ अपने लिए ही नहीं बल्कि दूसरे प्राणियों के लिए भी खुशियां और शांति चाहता है. ഫർഹാദിന്റെ ഈ ഒരു സംവേദനശീലത, ഈ ഒരു സംവേദനശീലത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സ്, അതുപോലെ തന്നെ സഹാനുഭൂതി, മറ്റുള്ളവരോടുള്ള ആ ഒരു സഹാനുഭൂതി, ഇത് രണ്ടും കാണിക്കുന്ന എന്താണ്? യഹ് ദിഖാത്തി ഹേ കി. ഇത് ഇങ്ങനെ നമുക്ക് മനസ്സിലാവുക. എന്താണ് മനസ്സിലാവുന്നത്? വഹ് സിർഫ് അപ്നെ ലിയേ ഹി നഹീ ബൽകി ദൂസരെ പ്രാണിയോ കെ ലിയേ ഭി ഖുശിയാം ഔർ ശാന്തി ചാഹത്താ ഹേ. അവന് വേണ്ടി മാത്രമല്ല മറ്റു പ്രാണികളുടെയും സന്തോഷവും ശാന്തിയും ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതായത് വീട്ടിൽ അവന് മാത്രം സന്തോഷവും സുഖവും ഉണ്ടായാൽ പോരാ, അവനോടൊപ്പം ഉള്ള എല്ലാ ജീവജാലങ്ങളും സുഖമായിട്ടും സന്തോഷമായിട്ടും കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഫർഹാദ്. ഇനി അടുത്ത ചോദ്യം, ചർച്ച കരേ പ്രകൃതി മേ ഹർ പ്രാണി കി അപ്നി ജഗഹ് ഹോത്തി ഹേ ക്യാ ആപ് ഇസ്സേ സഹമത് ഹേ കാരൺ ബതായേ. ചർച്ച ചെയ്യൂ, പ്രകൃതിയിൽ ഓരോ ജീവജാലങ്ങൾക്കും ഒരു സ്ഥലമുണ്ട്. ക്യാ ആപ് ഇസ്സേ സഹമത് ഹേ, എന്നോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? കാരൺ ബതായേ, കാരണം പറയൂ. ഹാ മേ ഇസ്സേ സഹമത് ഹും, തീർച്ചയായിട്ടും ഞാൻ ഇതിനോട് യോജിക്കുന്നുണ്ട്. പ്രകൃതി മേ ഹർ പ്രാണി കി അപ്നി ജഗഹ് ഹോത്തി ഹേ, പ്രകൃതിയിൽ ഓരോ ജീവജാലങ്ങൾക്കും അവനവന്റേതായ സ്ഥാനമുണ്ട്. क्योंकि हर जीव का भोजन निवास और जीवन में अपना महत्व होता है. കാരണം ഓരോ ജീവിക്കും ഭക്ഷണം, നിവാസസ്ഥാനം അല്ലെങ്കിൽ ജീവൻ, ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. അവയ്ക്ക് ഓരോ ജീവജാലങ്ങളുടെയും ഭക്ഷണം അല്ലെങ്കിൽ നിവാസസ്ഥാനം അല്ലെങ്കിൽ ജീവൻ, ഇതിന് വളരെ മഹത്വമുണ്ട്. സഭി പ്രാണി മിൽക്കർ പ്രകൃതിക്ക സന്തുലൻ ബനായ രക്തേ ഹേ. കാരണം എന്താണ്? എല്ലാ ജീവജാലങ്ങളും ചേർന്നാണ് പ്രകൃതിയുടെ ബാലൻസ് നിലനിർത്തുന്നത്. പ്രകൃതിക്ക സന്തുലൻ ബനായ രക്തേ ഹേ. പ്രകൃതിയുടെ സമതുലനം നിലനിൽക്കുന്നത് പ്രാണികൾ മൂലമാണ്. പ്രാണികളില്ലെന്നായാൽ പ്രകൃതിയുടെ ബാലൻസ് നഷ്ടപ്പെടും. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. പ്രകൃതി സബ്കാ ഘർ ഹേ ലഘുലേഖ തയ്യാർ കരെ. പ്രകൃതി എല്ലാവരുടെയും വീടാണ്. ഇതിനെക്കുറിച്ചൊരു ലഘുലേഖനം തയ്യാറാക്കുക. ഹെഡിങ്, പ്രകൃതി സബ്കാ ഘർ ഹേ. പ്രകൃതി എല്ലാവരുടെയും വീടാണ്. പ്രകൃതി ഹമാരെ ജീവൻ കാ ആധാർ ഹേ. പ്രകൃതി നമ്മുടെ ജീവിതത്തിന്റെ ആധാരമാണ്. ഹമേ ഹവാ പാനി ഭോജൻ അവർ ആശ്രയ ജൈസി ആവശ്യക ചീസേൻ ദേത്തി ഹേ. ഇത് നമുക്ക് വായു, വെള്ളം, ഭക്ഷണം, ആശ്രയം, ഇങ്ങനെ ആവശ്യമായ എല്ലാ വസ്തുക്കളും നൽകുന്നു. പേട് പൗധേ, നദിയാം, പഹാഡ് അവർ ജാൻവർ സഭി പ്രകൃതി കാ ഹിസ്സാ ഹേ. ചെടികളും മരങ്ങളും നദികളും കുന്നുകളും മൃഗങ്ങളും എല്ലാം പ്രകൃതിയുടെ ഭാഗമാണ്. കേവൽ ഇൻസാനോ കാ ഘർ നഹി ഹേ ബൽക്കി സഭി പ്രാണിയോ കാ ഘർ ഹേ. ഇത് വെറും മനുഷ്യരുടെ വീട് മാത്രമല്ല, മറിച്ച് എല്ലാ ജീവജാലങ്ങളുടെയും വീട് ആണ്. अगर हम प्रकृति की रक्षा नहीं करेंगे तो हमारे जीवन और अन्य प्राणियों का जीवन संकट में आ जाएगा. നമ്മൾ പ്രകൃതിയെ സംരക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതവും മറ്റു പ്രാണികളുടെ ജീവിതവും ദുരിതത്തിൽ ആയി തീരും. हमें कचरा फैलाने, जल और वायु को प्रदूषित करने से बचना चाहिए. നമ്മൾ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് കളയുന്നതും അതുപോലെ ജലത്തിനെയും വായുവിനെയും മലിനീകരിക്കുന്നതും നിർത്തണം. അതിൽ നിന്നൊക്കെ നമ്മൾ മാറണം. പേട് ലഗാന, ജൽ ബചാന അവർ ജാൻവറോं का सम्मान करना हमारी जिम्मेदारी है. മരങ്ങൾ നടുക, ജലം സംരക്ഷിക്കുക, മൃഗങ്ങളെ സംരക്ഷിക്കുക, മൃഗങ്ങളെ ആദരിക്കുക. സമ്മാൻ കർണ എന്ന് പറഞ്ഞാൽ ആദരിക്കുക എന്നാണ്, അതായത് സംരക്ഷിക്കുക. ഹമാരി സിമ്മേദാരി ഹെ, ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. जब हम प्रकृति का ख्याल रखते हैं तो यह हमें सुंदर, स्वच्छ और सुरक्षित जीवन देती है. നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കാൻ തുടങ്ങുമ്പോൾ, പ്രകൃതിയെക്കുറിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ, യഹ് ഹമേം സുന്ദർ, സ്വച്ഛ और സുരക്ഷിത ജീവൻ ദേത്തി ഹെ, അത് നമുക്ക് സുന്ദരവും ആരോഗ്യകരവും വളരെ ശാന്തവുമായ ഒരു ജീവിതമാണ് പകരം നൽകുന്നത്.
ഇസ്ലിയെ ഏഹ് കഹന സഹി ഹേ കി പ്രകൃതി സബ്കാ കർ ഹേ. അതുകൊണ്ട് ഇങ്ങനെ പറയാം. എങ്ങനെയാണ്? പ്രകൃതി സബ്കാ കർ ഹേ എന്ന് പറയുന്നത് തികച്ചും ശരിയാണ്. അവർ ഹമേം ഇസെ ഹമേസ സഞ്ചോക്കർ രഖ്ന ചാഹിയെ. നമ്മൾ എപ്പോഴും അതിനെ വളരെ സൂക്ഷ്മതയോടുകൂടി സംരക്ഷിച്ച് വളരെ ശ്രദ്ധയോടുകൂടി സംരക്ഷിക്കണം. പ്രിയ കുട്ടികളെ, ഘർ പാഠത്തിലെ എല്ലാ ചോദ്യോത്തരങ്ങളും ഇതിനോടൊപ്പം തന്നിട്ടുണ്ട്. വേർഡ് മീനിങ് നിങ്ങൾക്ക് ഞാൻ പിന്നീട് സ്ലൈഡുകളായിട്ട് നൽകുന്നതായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. അടുത്ത പാഠത്തിന്റെ വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. താങ്ക് യു ഓൾ. हर दिन नए सपने हम संग